എൻ്റെ പേര് പ്രമോദര് പെരുമ്പായിക്കാടര്. ഇഷ്ടപ്പെടുന്നില്ലായിരിക്കും, എന്നാലും ഞാൻ എൻ്റെ പേര് മാറ്റാൻ പോവാണ്. ഗസറ്റിലൊരു പരസ്യമൊക്കെ കൊടുത്തിട്ട് കുറച്ച് വെയിറ്റ് ചെയ്യൊക്കെ കിടക്കട്ടെന്നേ. പ്രമോദ് എന്നുള്ള പേര് മാറ്റി പ്രമോദർ എന്ന കാക്കുക. തന്ത്രി കണ്ഠര് രാജീവര് അറസ്റ്റിലായി. ഇത് ഞാൻ പ്രതീക്ഷിച്ചത് തന്നെയാണ്. ഞാൻ 3 മാസം മുമ്പ് തന്നെ ഞാൻ വീഡിയോ ഇട്ടിരുന്നു. ഇതിനകത്ത് പൂണിലിട്ടവന്മാരുണ്ട്, മുകളിലിരിക്കുന്നവരുണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നതാണ്. ഇപ്പോഴാണ് പൊക്കിയത്. ഇപ്പോഴാണ് ആ സുദിനം വന്നത് ഇയാളെ പൊക്കാൻ വേണ്ടിയിട്ട്. നന്നായി, ഇപ്പോഴേലും പൊക്കിയല്ലോ. ഒരിക്കൽ ഞാനൊരു ചെറിയ അയ്യപ്പനമ്പലത്തിലെ പൂജാരിയോട് ചോദിച്ചു, താങ്കൾക്കും ഈ ശബരിമലയിലെ പൂജാരിയാകാൻ പറ്റില്ലേ, തന്ത്രിയാകാൻ പറ്റില്ലേ, അതിനെന്തെങ്കിലുമൊക്കെ എക്സാം വല്ലതും എഴുതണോ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ക്വാളിഫിക്കേഷൻ വല്ലതും വേണോ എന്നൊക്കെ ചോദിച്ചപ്പം അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതൊക്കെ വലിയ വലിയ ആൾക്കാർക്കുള്ളതാണ്, നമുക്കൊന്നും പറ്റിയ കാര്യമേ അല്ല. വലിയ പിടിപാട് വേണം എങ്കിലേ നടക്കുകയുള്ളൂ. ഒരു അമ്പലത്തിലെ പൂജാരിയായിട്ട് മേൽശാന്തിയായിട്ട്, അതൊരു അയ്യപ്പൻ അമ്പലത്തിൽ മേൽശാന്തിയായിട്ട് ജോലി ചെയ്യുന്ന ഒരു പൂണിലിട്ടയാൾ, ഒരു തിരുമേനി പറഞ്ഞതാണ് ഈ കാര്യം. അതൊക്കെ വലിയ വലിയ ആൾക്കാർക്കുള്ളത്, അതിനൊക്കെ നല്ല ഹൈ ലെവലിൽ പിടിപാട് വേണം. ഏതായാലും ഹൈ ലെവലിൽ പിടിപാടുള്ളവർ ഇന്നലെ ഹൈ ലെവലിൽ ജയിലിലേക്ക് പോകുന്നത് കണ്ടു, ഹൈ ലെവലിൽ തന്നെ കൊണ്ടുപോകുന്നതും കണ്ടു. ഈ എന്തൊക്കെ കാണണം അയ്യപ്പ. ഇന്നലെ രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന വ്യക്തി ഈ തന്ത്രിക്ക് വേണ്ടി അതിശക്തമായിട്ട് വാദിക്കുന്നത് കേട്ടു. ദേവസ്വത്തിന്റെ ആചാരങ്ങളൊക്കെ ലംഘിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് അറസ്റ്റ്, അത് തെറ്റായിപ്പോയി, അത് പോലീസ് കള്ളക്കേസ് ഉണ്ടാക്കിയതാണ് എന്നൊക്കെ രാഹുൽ ഈശ്വർ പറയുന്നത് കേട്ടു. ഇതൊക്കെ ഉണ്ടല്ലോ, ഇപ്പൊ പറഞ്ഞ ആ ഒരു കേസുണ്ടല്ലോ, അത് ഈ പല കേസുകളിലും ഒന്ന് മാത്രമാണ്. വേറെ കുറെ വകുപ്പുകളൊക്കെ ഉണ്ട്. ഞാനൊരു നിയമവിദഗ്ധനൊന്നുമല്ല, അതുകൊണ്ട് ഞാൻ കൂടുതൽ നമ്പർ എന്നും പറഞ്ഞ് നിങ്ങളുടെ സമയം മെനക്കെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. ഈ രാഹുൽ ഈശ്വർ പറഞ്ഞ കാര്യമുണ്ടല്ലോ, ആചാര ലംഘനം നടത്തി അല്ലെ കണ്ണടച്ചു കൊടുത്തു, ഈ പറഞ്ഞ കാര്യങ്ങൾ ചാനലുകാർക്ക് കടിക്കാൻ വേണ്ടി ഇട്ട് കൊടുത്തിരിക്കുന്ന ഒരു എല്ലും കഷ്ടമാണ്. ചാനലുകാർ ഇത് ഇടുമെന്നുള്ള കാര്യം SITക്ക് അറിയാം, പോലീസുകാർക്കറിയാം. അവരതുകൊണ്ട് ഇതൊക്കെ ഇട്ട് കൊടുത്തിരിക്കുന്നു. ജനങ്ങളുടെ വികാരം കുറെ ഇളക്കുക, കുറെ പേര് അതും കടിച്ചു പിടിച്ചുകൊണ്ട് അവിടെ ഇരുന്നോളും. പക്ഷേ യഥാർത്ഥത്തിലുള്ള കേസ്, യഥാർത്ഥത്തിലുള്ള ഉടായ്പ, പറ്റീര്, ഭീകരത, അത് മറ്റൊന്നാണ്. അത് അവർ ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. ഒരു കാരണവശാലും അത് പുറത്തു വിടത്തില്ല. അത് കിട്ടുമെന്ന് ഓർത്ത് ആരും ഇവിടെ ഇരിക്കുകയും വേണ്ട. 2-3 ദിവസം പുറത്തു വരുന്നൊക്കെ പറഞ്ഞത് കേട്ടല്ലോ. ഒന്നും പുറത്തൊന്നും വരാൻ പോകുന്നില്ല, ഇപ്പോഴൊന്നും വരില്ല, കുറെ ദിവസങ്ങൾ എടുക്കും. ഈ പറഞ്ഞ രാജീവരെ പോലെ ഒരാള് താഴമൺ മഠത്തിലല്ലേ, ഇവരെ പോലെ ഒരാളെ പൊക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് തയ്യാറെടുപ്പുകൾ വേണം. കാരണം ഒരുപാട് ഇമോഷണൽ ഇഷ്യൂസ് ഉണ്ട്. ഹിന്ദു ഐക്യവേദിയൊക്കെ ഉണർന്നു കഴിഞ്ഞാൽ വല്ലാതെ പ്രശ്നമാകും. ഇതൊക്കെ നോക്കിക്കണ്ടു വേണം ചെയ്യാനായിട്ട്. പ്രത്യേകിച്ചും ഭരിക്കുന്നതോ LDF ഗവൺമെന്റ്. എന്തെങ്കിലും ഒരു അബദ്ധം കാണിച്ചു പോയി കഴിഞ്ഞാൽ അത് മുഴുവൻ പിണറായിയുടെ തലയിലോട്ട് വരും. അതുകൊണ്ട് ഈ SIT ഓരോ സ്റ്റെപ്പ് എടുക്കുമ്പോഴും വളരെ വളരെ സൂക്ഷിച്ചാണ് മുമ്പോട്ട് പോകുന്നത്. ഒരാളെ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ്, ഒരാളെ ചോദ്യം ചെയ്യാൻ വിളിക്കുന്നതിന് പോലും മുമ്പ് പലതവണ ആലോചിച്ചിട്ട് അവർ ചെയ്യുള്ളൂ. ഞാൻ പറഞ്ഞില്ല, ചാനലുകാർക്ക് കടിക്കാൻ ഇട്ട് കൊടുത്തിരിക്കുന്ന ഒരു എല്ലും കഷ്ടമാണെന്ന്. അപ്പോൾ യഥാർത്ഥ കേസ് എന്തായിരിക്കും? ഇവരുടെ കയ്യിൽ വ്യക്തമായിട്ടുള്ള തെളിവുകളുണ്ട്. ഈ ഉണ്ണിക്കണ്ണം പോറ്റി അല്ലെങ്കിൽ ഈ പറഞ്ഞ രാജീവരെ, ഇവർ രണ്ടുപേരും നടത്തിയിട്ടുള്ള ട്രാൻസാക്ഷൻസ്, മണി ട്രാൻസാക്ഷൻസ്, ഗൂഗിൾ പേ ആയിക്കോട്ടെ, ഫോൺ പേ ആവട്ടെ, അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസാക്ഷൻസ്, അതുപോലെ ഈ രാജീവരുടെ ബ്രദറുമായിട്ട് നടത്തിയിരിക്കുന്ന ട്രാൻസാക്ഷൻസ്, ഇതെല്ലാം കഴിഞ്ഞ 10 വർഷത്തെ മുഴുവൻ ബാങ്ക് ഡീറ്റെയിലും എടുത്ത് കൈ പിടിച്ചുകൊണ്ടാണ് ഈ SIT ഹൈക്കോടതിയിൽ പോയിരിക്കുന്നത്. അവിടുന്ന് പെർമിഷൻ എടുത്തിട്ടാണ് ഈ അറസ്റ്റ് നടത്തിയിരിക്കുന്നത്. അല്ല ചാടിക്കറി ചുമ്മാ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട് അറസ്റ്റ് ചെയ്തതല്ല. വെളുപ്പിനെ 5 മണിക്ക് വിളിച്ച് ചോദ്യം ചെയ്തു, അതിനുശേഷം അറസ്റ്റ് ചെയ്തെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അതൊക്കെ വെറും ഒരു ഫോർമാലിറ്റിയാണ്. ഹൈക്കോടതിയിൽ നിന്ന് അനുവാദം വാങ്ങിച്ചാണ് ഈ അറസ്റ്റ് നടത്തിയിരിക്കുന്നത്. ഈ ആചാര ലംഘനം ഉണ്ടല്ലോ, ഇതിനെക്കുറിച്ച് നേരത്തെ പറഞ്ഞിരുന്നതാണ്. അല്ലെങ്കിൽ ഞാൻ മാത്രമല്ല, ചില ചാനലുകാരും പറഞ്ഞു. കട്ടളപ്പാളയെ ഇറക്കി മാറ്റി അത് സ്വർണം പൂശാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് കൊണ്ടുപോയി. അപ്പോൾ ചിലർ ചോദിച്ച ചോദ്യമുണ്ട്, ഞാൻ ഉൾപ്പെടെയുള്ളവർ. അപ്പോൾ കുറേ ദിവസങ്ങൾ അയ്യപ്പൻ്റെ നട തുറന്നു കിടക്കുകയായിരുന്നു. അപ്പോൾ നട അടക്കലെന്ന് പറഞ്ഞൊരു പരിപാടി ഇല്ലേ, അതല്ലെങ്കിൽ അയ്യപ്പന് വിശ്രമം വേണ്ടേ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആചാര ലംഘനമല്ലേ അന്ന് പലരും ചോദിച്ചതാണ്. അപ്പോൾ ഈ കോമൺ സെൻസ് ഒക്കെ പറയുന്നത് മലയാളികൾക്ക് ഒരുപാട് പേർക്കുണ്ട്. ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഇപ്പോൾ SIT കൊടുത്തിരിക്കുന്നത്, ഈ തന്ത്രിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ സ്വർണം പൂശൽ പരിപാടി ഉണ്ടല്ലോ, ചെമ്പ് പാളിയായിരുന്നു അതിൻ്റെ മുകളിൽ സ്വർണം പൂശൽ എന്നുള്ളത്. വീണ്ടും വീണ്ടും ഞാൻ പറയുന്നത് പറ്റീരാണ്. ശരിയായിട്ടുള്ള സ്വർണ്ണപ്പാളികളെ എടുത്തുകൊണ്ട് പോയിട്ട് കനം കുറഞ്ഞ പാളികൾ, തിൻ ഷീറ്റ്സ്, അതുകൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ആ കട്ടളപ്പാടിയുടെ മുകളിൽ കൊടുത്തിരിക്കുന്ന ലാമിനേഷൻ, അത് പറിച്ചുകൊണ്ട് പോയിട്ട് അത് മുഴുവൻ ഉരുക്കി മാറ്റിയിട്ട് വേറെ ചെമ്പ് പാളി അവിടെ സൃഷ്ടിച്ചെടുത്തിട്ട് അതിന് മുകളിൽ പൂശിക്കൊണ്ട് തിരിച്ചുകൊണ്ട് വെച്ചിരിക്കുകയാണ്. ഇനി എനിക്ക് പറയാനുള്ള എൻ്റെ അനുഭവങ്ങളാണ്, അവിടുന്ന് ഇവിടുന്ന് കേട്ടതൊന്നുമല്ല. ഞാൻ 2002 ആദ്യമായി ശബരിമലയ്ക്ക് പോകുന്നത്. അപ്പോൾ എൻ്റെ പെരിയസ്വാമി എന്ന് പറയുന്നത് എൻ്റെ ഒരു സുഹൃത്താണ്. ഞങ്ങളൊരു ഗ്രൂപ്പായിട്ട് ബാച്ചായിട്ടൊന്നും അല്ല പോയത്. ഞാൻ കോട്ടയംകാരനാണ്. എനിക്ക് ശബരിമലയ്ക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ക്ലാസ്മേറ്റായ എൻ്റെ സുഹൃത്ത്, അവൻ പലതവണ ശബരിമലയ്ക്ക് പോയിട്ടുണ്ട്, നന്നായിട്ട് എല്ലാ കാര്യങ്ങളും അറിയാം. അപ്പം ഞാൻ ചോദിച്ചടാ, എനിക്കിങ്ങനെ പോകണം, ആരെങ്കിലും ഒന്ന് പരിചയപ്പെടുത്തി തരുമോ, ഏതെങ്കിലും പെരിയസ്വാമിയെ പരിചയപ്പെടുത്തി തരുമോ എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, ഞാനുണ്ടല്ലോ ഇവിടെ, ഞാൻ വരാൻ കൂടെ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരോട് ചേർന്ന് കോട്ടയത്ത് നിന്ന് KSRTC ബസ്സിൽ കയറി പമ്പയിൽ ഇറങ്ങുന്നു. അവിടെ തൊട്ട് വേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്ന് എൻ്റെ സുഹൃത്തും എൻ്റെ കൂടെ വന്നു. പക്ഷേ അവൻ ഇരുമുടിക്കെട്ടൊന്നും ഇല്ലാതെ നടക്കി ശബരിമലയിൽ കയറില്ല എന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് 18-ാം പടി വരെ എന്നെ കൊണ്ട് വിട്ടു. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഈ സുഹൃത്ത് പറഞ്ഞു, ഞാൻ അപ്പുറത്തൂടെ വരാം, അതായത് ഞാൻ ഈ 18-ാം പടി കയറരുതെന്നേ ഉള്ളൂ,
അപ്പുറത്തൂടെ വരാം, ഞാൻ അവിടെ വെയിറ്റ് ചെയ്യാം. അവിടെ ഈ മേൽശാന്തിയൊക്കെ ഇരിക്കുന്നൊരു സ്ഥലമുണ്ട്, ഞാൻ അവിടെ വരാം, അവിടെ ഒന്ന് കാണാം, അവിടെ നിന്ന് നമുക്ക് ഒന്നിച്ച് പുറത്തേക്ക് ഇറങ്ങി പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് 18-ാം പടി കയറി, മറ്റുള്ളവരുടെ കൂടെ മറ്റു ഭക്തന്മാരുടെ കൂടെ ആട്ടോ. അങ്ങനെ 18-ാം പടി കയറി ഏകദേശം ഒരു 1.5 മണിക്കൂറുള്ള ക്യൂ ഒക്കെ നിന്ന് ദർശനമൊക്കെ കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ മറ്റേ സൈഡിലേക്ക് പോയി. ആ സൈഡ് ഏതാണെന്ന് വെച്ചാൽ നമ്മൾ 18-ാം പടിയിലേക്ക് നോക്കുമ്പോൾ അവിടെ നിന്ന് ലെഫ്റ്റ് സൈഡിൽ വലിയ ആഴിയൊക്കെ ഉണ്ട്. അതിനപ്പുറത്തായിട്ട് ഒരു കെട്ടിടമുണ്ട്. അവിടെ ചെന്നപ്പോൾ ഒരുപാട് ഭക്തജനങ്ങൾ അവിടെ കൂടി നിൽക്കുന്നത് കണ്ടു. അവിടെ നല്ല ചൂടുണ്ട് കേട്ടോ. ഈ നെയ്തെങ്ങ എല്ലാം കൂടെ കത്തിക്കുന്നതുകൊണ്ട് നല്ല ചൂടുണ്ട് ആ ഏരിയയിൽ. അപ്പോൾ തണുപ്പ് കാലത്ത് നല്ലൊരു സുഖമുണ്ട് അവിടെ നിൽക്കാനായിട്ട്. അപ്പോൾ ഒത്തിരി ഭക്തജനങ്ങൾ അവിടെ നിൽക്കുന്നത് കണ്ടപ്പോൾ എൻ്റെ സുഹൃത്തിനോട് ഞാൻ ചോദിച്ചു, എന്താ ഇവിടെ ഇങ്ങനെ ആൾക്കാർ കൂടി നിൽക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, മേൽശാന്തിയെ കാണാനായിട്ട്, വളരെ പ്രശസ്തനല്ലേ, അദ്ദേഹത്തിനെ കാണാൻ വേണ്ടിയിട്ടുള്ള ഭക്തജനങ്ങളുടെ തിരക്കാണ്, നിനക്ക് കാണണോ? ഞാൻ അയ്യപ്പൻ്റെ ദർശനം കഴിഞ്ഞു, ഇങ്ങോട്ട് മാറി വന്നു, ഇനിയിപ്പോൾ നമുക്ക് പോയാൽ പോരെ. അപ്പോൾ ഞാൻ ആലോചിച്ചു, എന്നാ ഒന്ന് കണ്ടേക്കാം, എന്താ സംഭവം എന്ന് അറിയണമല്ലോ, ഒരു ക്യൂരിയോസിറ്റി. ഞാൻ അവിടെ ഈ പറഞ്ഞ ക്യൂവിൽ, അവിടെ ഒരു 3-4 ക്യൂ ഉണ്ട്. അതിലൊരു ക്യൂവിൽ ഏകദേശം ഒരു 150ഓളം ആൾക്കാർ എൻ്റെ മുമ്പിലുണ്ട്. അവിടെ കൂടെ നിന്നിട്ട് ഈ പറഞ്ഞ 4-5 മുറികളുള്ള ആ കെട്ടിടത്തിൽ ഒരു മുറിക്കകത്തേക്ക് കയറി. അവിടെ കുറേ വിളക്കുകളൊക്കെ കത്തിച്ചു വെച്ചിട്ടുണ്ട്. ഒരു ഭക്തിസാന്ദ്രമായ അന്തരീക്ഷം. കുറേ നേരം ക്യൂ നിന്ന് കഴിഞ്ഞ് മുറിക്കകത്ത് കയറി കഴിഞ്ഞപ്പോൾ എനിക്ക് കാണാൻ സാധിച്ചു, ഈ ഭക്തജനങ്ങൾ 8-10 വയസ്സായ കുട്ടികളെ കൊണ്ട് വരുന്നവർ, അതുപോലെ പ്രായമുള്ള സ്ത്രീകളെ, ഇവരൊക്കെ അകത്ത് കയറിയിട്ട് ഈ തന്ത്രിയുടെ കാൽക്കൽ വീണ് നമസ്കരിക്കുന്നു. ചിലർ മുട്ടക്കുത്തി നിന്ന് കുനിഞ്ഞു നിൽക്കുന്നു. പക്ഷേ ഇവരെല്ലാം കാശ് കൈ കൊടുക്കുകയാണ്. ചിലർ കാശിൻ്റെ ബണ്ടിലായിട്ടാണ് കൊടുക്കുന്നത്. അതായത് നോട്ട് കെട്ടുണ്ടല്ലോ, നോട്ട് കെട്ട് കൊടുക്കുന്നു. ചിലർ പൊതി കൊടുക്കുന്നു. അത് ഞാൻ പുറത്തു വന്ന് ചോദിച്ചപ്പോഴാണ് മനസ്സിലാക്കിയത് അത് സ്വർണ്ണമാണെന്ന്. ചെറിയ മാലയും വളയും കമ്മലും ഒക്കെയാണ് ഈ കൊടുക്കുന്നത്. വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നതാണ്. ഭക്തജനങ്ങൾക്ക് പലർക്കും ശരിക്കും എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ഈ ഇതുപോലുള്ള ഓർണമെന്റ്സ് ഒക്കെ കൊണ്ടുവന്ന് കഴിയുമ്പോഴേ, ആഭരണങ്ങളൊക്കെ കൊണ്ടുവന്ന് കഴിയുമ്പോൾ അത് അയ്യപ്പനെ നടക്കി വെക്കണോ അതോ? അപ്പോൾ ചിലരൊക്കെ അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ്, നിങ്ങൾ തന്ത്രിക്ക് കൊടുത്താൽ മതിയെന്ന്. അങ്ങനെ പലരും പൊതിയായിട്ട് കൊടുക്കുന്നു, ചിലർ സ്വർണം നേരിട്ട് കൊടുക്കുന്നു. ഞാനത് കണ്ടു. ഇതൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്ക് എനിക്ക് ആ പാടെ ഒരുമാതിരി എന്തോ ഒരു ഡിസ്റ്റർബൻസ്. ഞാൻ ഇങ്ങനെ അടുത്തേക്ക് പോയില്ല. ഞാൻ പതുക്കെ അവിടെ തിരിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. എന്നിട്ട് എൻ്റെ സുഹൃത്തിൻ്റെ അടുത്തെന്ന് പറഞ്ഞു, ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവരെല്ലാവരും കൊണ്ട് ഇങ്ങനെ തന്നെ കാശ് കൊടുക്കുന്നത്, അതും വലിയ കെട്ടുകണക്കിന് കാശ് കൊടുക്കുന്നു, അല്ലെ സ്വർണം കൊണ്ട് കൊടുക്കുന്നു. ഇതിൻ്റെ ആവശ്യമില്ല. ജനങ്ങൾ സന്തോഷത്തോടെ അദ്ദേഹത്തിന് കൊടുക്കുന്നതാണ്. അദ്ദേഹം പലർക്കും ദൈവതുല്യനാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഇത് മുഴുവൻ വീട്ടിൽ കൊണ്ടുപോകാം. ഇത് ഞാൻ ആദ്യം അങ്ങോട്ട് വിശ്വസിച്ചില്ല. കാരണം പറഞ്ഞതാണ് എൻ്റെ സുഹൃത്തല്ലേ. അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പം ചില കാലുവാരി രീതിയിലുള്ള വർത്തമാനമൊക്കെ പറയുമല്ലോ. അതൊക്കെ കേട്ടിട്ട് ഞാൻ തിരിച്ചിറങ്ങി താഴെ വന്നു. നമ്മൾ കോട്ടയത്ത് വീട്ടിലേക്ക് പോരുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് പ്രായമായ 2 പേരോട് ഞാൻ ചോദിച്ചു, ഈ പലതവണ ശബരിമലയിൽ പോയിട്ടുള്ളവരോടൊക്കെ, എന്താ ഇതിൻ്റെ കാര്യം? 1 വർഷമേ ഇതുപോലെ അവിടെ മേൽശാന്തിയായിട്ട് ഇരുന്നാൽ മതി, 3 തലമുറയ്ക്കും 4 തലമുറയ്ക്കും ഒക്കെ ഉണ്ണാനുള്ളത് അല്ലെങ്കിൽ ആർഭാടമായിട്ട് ജീവിക്കാനുള്ളതൊക്കെ അവിടുന്ന് കിട്ടി. ഈ ഒരൊറ്റ വർഷത്തെ സർവീസ് മതിയെന്ന്. ശരിക്കും ഞെട്ടിപ്പോയി. ഇതെന്താ ഇവിടെ സംഭവിക്കുന്നത്? 1 വർഷത്തേക്ക് നറുക്കെടുപ്പിലൂടെ ചില പരീക്ഷകളൊക്കെ പാസ്സായിട്ട് ചില ഓറൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ കൊടുത്തിട്ട് വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരെ അവരവിടെ 1 വർഷം സെർവ് ചെയ്യുന്നു, അവർക്ക് ശമ്പളം കൊടുക്കുന്നു. എന്നിട്ട് ഇവർ പറയുന്നതോ, എൻ്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ സൗഭാഗ്യമാണ്, ഇതൊരിക്കലും ഞാൻ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചില്ല, അയ്യപ്പൻ്റെ കൂടെ 1 വർഷം എനിക്ക് ഈ പൂജകൾ ചെയ്യാനുള്ള അവസരം കിട്ടിയതിന് അയ്യപ്പൻ്റെ അനുഗ്രഹമാണിത് എന്നൊക്കെ ഇവർ നമ്പരടിക്കുന്നു. പക്ഷേ ഇവർ ശമ്പളം മേടിക്കുന്നു. അത് മാത്രമാണോ? അല്ല, ഈ അപ്പുറത്തെ മുറിയിൽ പോയിരുന്നിട്ട് കാശ് വാങ്ങിക്കുകയാണ്. അന്നത്തെ കണക്ക് വെച്ച് എനിക്ക് തോന്നുന്നത് ഈ ഒരു അരമണിക്കൂർ ഞാൻ അവിടെ നിന്ന സമയത്ത് എൻ്റെ അഭിപ്രായത്തിൽ കുറഞ്ഞ ഒരു 1 ലക്ഷം രൂപയ്ക്ക് മുകളിലെങ്കിലും ഇങ്ങേർക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം 100-ൻ്റെയൊക്കെ ബണ്ടിലാണ്. പിന്നെ വേറെ ചിലരൊക്കെ എന്ന് പറഞ്ഞാൽ കാശ് കയ്യിൽ നിന്ന് ചുരുട്ടി പിടിച്ചിരിക്കുകയാണ്. ഈ ചുരുട്ടി പിടിച്ചിരിക്കുന്നത് 5-6 നോട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ സ്വർണ്ണമായിട്ടും നോട്ടായിട്ടും കിട്ടിയിരിക്കുന്നത് എൻ്റെ കൺമുമ്പിൽ വെച്ച് തന്നെ ഏകദേശം ഒരു 75,000 അല്ലെങ്കിൽ ഒരു 1 ലക്ഷം രൂപയോളം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അയാൾക്ക് ഒരു ദിവസത്തെ കളക്ഷൻ എന്തായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കി. ഇവർ അയ്യപ്പൻ്റെ അനുഗ്രഹം കിട്ടിയവരാണെന്ന് പറയുന്നുണ്ട്. സുരേഷ് ഗോപി നേരത്തെ പറഞ്ഞ പോലെ മേൽജാതിയിൽ ജനിച്ചവനാണ്, പൂജ ചെയ്യാൻ വിധിക്കപ്പെട്ടവനാണ്, പൂണൂലിട്ടവനാണ്. ആ കൂട്ടത്തിൽ അവർക്ക് ഒരു ലൈസൻസ് കൂടി ഉണ്ട്, ഭക്തജനങ്ങളുടെ വികാരങ്ങളെ മുതലെടുത്ത് അവരുടെ നിന്ന് കാശ് അടിച്ചു മാറ്റാനും കൂടി. മോഷ്ടിക്കാൻ മടിയില്ലാത്തവൻ എന്നുകൂടി നമ്മുടെ മുമ്പിൽ തെളിയിച്ചു തന്നിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും പോയി. 2014 പോയി, 2018 പോയി. ആ സമയത്തും ഞാൻ ആരാണ് ഈ തന്ത്രി അല്ലെ ആരാണ് മേൽശാന്തി എന്നുള്ള പേരൊന്നും ചോദിക്കാനായിട്ടോ അല്ലെ അറിയാനോ ഞാൻ ശ്രമിച്ചിട്ടില്ല. അന്നേരം കൊണ്ട് ഇതുപോലെ 100-250-300 പേര് ആ ഒരു മുറിയുടെ മുമ്പിൽ ക്യൂ നിൽക്കുകയാണ് ഈ മേൽശാന്തിക്ക് കൊണ്ട് കാശ് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഏത് മേൽശാന്തി വന്നാലും ശരി, ഇവരെല്ലാവരും ആ മുറിക്കകത്ത് പോയിരുന്ന് കാശ് കളക്ട് ചെയ്യാണ്ട് യാതൊരു മടിയില്ല, ഒരു ഉളുപ്പുമില്ല. കാശ് വാരാനാണ് ശബരിമല പോയിരിക്കുന്നത്. എന്തൊരു നാണം കെട്ട പരിപാടിയല്ലേ. പക്ഷേ ഈ ശബരിമലയിലിരുന്ന് ഇങ്ങനെ കാശ് മേടിക്കുന്ന കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ മൊത്തത്തിലുള്ള ഏർപ്പാടെല്ലാം കണ്ടിട്ടുണ്ടല്ലോ, എന്തോ എനിക്കൊരു പോസിറ്റീവ് വൈബ് വന്നില്ല. അതിൽ കൂടുതൽ വാക്കുകളൊന്നും എനിക്കിപ്പോൾ പറയാനില്ല. ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അനാവശ്യ വാക്കായി പോകുക എന്നുള്ള ഭയം കൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. അല്ലെങ്കിൽ ഇവിടുത്തെ ഭക്തജനങ്ങളാണ് ഇവർക്കൊക്കെ വളം വെച്ച് കൊടുക്കുന്നത്, ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത്, ഇവരെയൊക്കെ ഇങ്ങനെ കള്ളത്തരം കാണിക്കാനായിട്ട് പ്രചോദനം കൊടുക്കുന്നത്. കയറൂരി വിട്ടിരിക്കുകയാണ്, നിങ്ങൾ പോയി കട്ടോ എന്ന് പറഞ്ഞ്.
ഇനി നമ്മളതൊക്കെ അനുഭവിക്കില്ലാതെ വേറെ മാർഗ്ഗമൊന്നുമില്ലല്ലോ.